ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ കാണിച്ചു, എല്ലാം അനുഭാവപൂർവ്വം കേട്ടുവെന്നും ജയപ്രകാശ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവ്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസന്വേഷണം CBIക്ക് വിടാൻ തീരുമാനിച്ച വിവരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ അറിയിച്ചത്. സ്ഫോടനം നടന്ന ഒരാഴ്ച പിന്നിട്ടു. രാമേശ്വരം കഫേ വീണ്ടും തുറന്നു. കനത്ത സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയെന്ന കഫേ ഉടമ രാഘവേന്ദ്ര റാവു. മക്കൾ നീതിമയ്യം ഇന്ത്യ സഖ്യത്തിൽ. കമൽഹാസൻ താരപ്രചാരകനാകും. ലോക്സഭയിൽ പാർട്ടി മത്സരിക്കില്ല. പാരച്യൂട്ട് പ്രവർത്തിച്ചില്ല. വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷണപ്പെട്ടികൾ പതിച്ച് ഗാസയിൽ 5 മരണം. ആഹാരത്തിന് കാത്തുനിന്നവരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. വിധി നിർണയത്തിന് കോഴയെന്ന ആരോപണം. കേരള സർവകലാശാല കലോത്സവം താൽക്കാലികമായി തിരുവനന്തപുരത്ത് നിർത്തിവച്ചു. മാർഗംകളി മത്സരത്തിന്റെ വിധി നിർണയത്തിന് കോഴ കൈപ്പറ്റിയെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. മധ്യപ്രദേശ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ തീപിടുത്തം. ആളപായമില്ലെന്ന ആദ്യ റിപ്പോർട്ട്. തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ 3ാം നിലയിൽ. ഗുജറാത്തിൽ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് തകർന്നത്. കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്ക് പരിക്ക്. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ മൃതദേഹം കൊല്ലത്തെ വീട്ടിലെത്തിച്ചു. ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണത്തിലാണ് നിബിൻ കൊല്ലപ്പെട്ടത്. US പെട്രോളിംഗിനിടെ ഹെലികോപ്റ്റർ തകർന്ന് 3 പേർ മരിച്ചു. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരാളുടെ നില ഗുരുതരമാണ്. ടെക്സാസിലെ ലാഗ്രുല്ല പട്ടണത്തിന് സമീപമാണ് അപകടം നടന്നത്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.